എടാ അളിയാ, ഞാൻ തന്ന പുതിയ അക്കൗണ്ട് എങ്ങനെയുണ്ടാ? നിനക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നല്ലാതെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടാ. ഇത്രയും നല്ല അക്കൗണ്ടൊക്കെ അല്ലേ എനിക്ക് നീ ഫ്രീ ആയിട്ട് തന്നേ. ആടാ, നീ എടുത്തോ. ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അക്കൗണ്ടില്. ശരിയാടാ, ഞാൻ കണ്ടായിരുന്നടാ, ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. എടാ എന്നാലും ഇത്രയും നല്ല അക്കൗണ്ടൊക്കെ എന്തിനാടാ നീ എനിക്ക് ഫ്രീ ആയിട്ട് തന്നേ? എടാ അതൊന്നും കുഴപ്പമില്ലടാ, എൻ്റെ ഒരുപാട് അക്കൗണ്ട് ഇല്ലേ, അതിലൊരെണ്ണം നിനക്ക് തന്ന്, അത്രേ ഉള്ളൂ. എൻ്റെ ഒരുപാട്, ഒരു 10-20 അക്കൗണ്ട് ഉണ്ടാ ഇതുപോലത്തെ. 20 അക്കൗണ്ടോ? എടാ എന്നാലും നിനക്ക് എവിടുന്നാടാ ഇത്ര അക്കൗണ്ടൊക്കെ? നീ കഴിഞ്ഞ 1 മാസം കൊണ്ട് റിച്ച് ആണല്ലോടാ. നിന്റെ കയ്യിൽ ഒരുപാട് അക്കൗണ്ടുകളും പൈസയൊക്കെ ഉണ്ടല്ലോ, എവിടുന്നാ? എടാ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നീ എൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ നിനക്ക് ഇനി അക്കൗണ്ട് ഞാൻ തരാം. കൂടെ നിൽക്കണമെന്നോ? എടാ നിന്റെ ഉദ്ദേശം എന്തുവാ? എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ ഞാൻ പറഞ്ഞു തരാടാ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. എടാ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ നീ പറഞ്ഞില്ലല്ലോ. എടാ എങ്ങനെയാ നിനക്ക് ഇത്ര അക്കൗണ്ട് കിട്ടുന്നേ? എടാ എവിടുന്നാണ് ഇത്രയും പൈസയൊക്കെ ഈ അക്കൗണ്ട് വാങ്ങാൻ? എടാ മണ്ട, അതിന് പൈസയും കൊണ്ടല്ലല്ലോ ഞാൻ അക്കൗണ്ട് വാങ്ങുന്നേ. എൻ്റെ ഇപ്പൊ കുറെ അക്കൗണ്ടുകളുണ്ട്, അതൊന്നും ഞാൻ പൈസ കൊടുത്തല്ല വാങ്ങിയേ. എടാ പൈസ കൊടുക്കാതെ എങ്ങനെയാടാ അക്കൗണ്ട് കിട്ടുന്നേ? എടാ അപ്പൊ എൻ്റെ ഈ അക്കൗണ്ട് പൈസ കൊടുക്കാതാണോ നീ വാങ്ങിയേ? എടാ എങ്ങനെയാടാ, ഒന്ന് പറഞ്ഞു തന്നേ. എന്തോ സംഭവം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതേടാ വേണ്ട, നിന്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്ന അക്കൗണ്ട് ഞാൻ ഫ്രീ ആയിട്ട് വാങ്ങിയതാ. ഫ്രീ ആയിട്ട് വാങ്ങിയെന്നോ? എടാ നീ എന്തോ ഈ പറയുന്നേ? ഫ്രീ ആയിട്ട് എങ്ങനെയാ അക്കൗണ്ട് കിട്ടുന്നേ? എടാ അതാണ് നിന്നോട് ഞാൻ കുറെ നേരം കൊണ്ട് ചോദിക്കുന്നേ, എങ്ങനെയാ ഫ്രീ ആയിട്ട് കിട്ടുന്നത്? അതൊന്ന് എന്നോടും കൂടി ഒന്ന് പറഞ്ഞതാ. എടാ അതൊക്കെ ഞാൻ പറഞ്ഞു തരാടാ, പക്ഷെ നീ എൻ്റെ കൂടെ നിൽക്കണം. കൂടെ നിൽക്കുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പൈസ ഉണ്ടാക്കാം. എന്തു പറയുന്നു, പറ്റുമോ? ആടാ പറ്റും, എങ്ങനെയാന്ന് പറയടാ. എടാ നീ എന്ത് മണ്ടനാടാ, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? എടാ ഈ അക്കൗണ്ടൊക്കെ സ്കാം ചെയ്തെടുക്കുന്നതാ. എടാ സ്കാം ചെയ്താണോ ഈ അക്കൗണ്ടൊക്കെ നീ എടുക്കുന്നേ? എടാ നീ എന്തിനാണ് ഇങ്ങനെ സ്കാം ചെയ്യുന്നേ? അപ്പൊ എൻ്റെ ഈ അക്കൗണ്ട് സ്കാം ചെയ്തെടുത്താണോ? എടാ ഈ അക്കൗണ്ട് സ്കാം ചെയ്തെടുത്താണോ നീ? അതേടാ, പിന്നെ അല്ലാതെ എനിക്ക് ചുമ്മാ ആരേലും ഫ്രീ ആയിട്ട് തരുവോ ഇത്രയും നല്ല അക്കൗണ്ടൊക്കെ? അത് ശരി, അപ്പൊ ഈ അക്കൗണ്ട് സ്കാം ചെയ്തെടുത്തല്ലേ? എടാ എന്തിനാടാ ഇങ്ങനെ പറ്റിച്ച് ജീവിക്കുന്നേ? ചുമ്മാതല്ല, 2 മാസമായിട്ട് നീ റിച്ച് അല്ലേ, അപ്പൊ ഇതായിരുന്നല്ലേ കാരണം? എടാ ഇങ്ങനെ ആളുകളെ പറ്റിച്ച് ജീവിച്ചിട്ട് റിച്ച് ആയിട്ടൊന്നും കാര്യമില്ലടാ. എടാ അതൊന്നും ഞാൻ നോക്കാറില്ലടാ, എനിക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ സെറ്റായാൽ മതി, ബാക്കിയുള്ള കാര്യമൊന്നും ഞാൻ നോക്കാറില്ലടാ. എടാ എന്തുവാടാ ഇങ്ങനെ സ്കാം ചെയ്യാതിരിക്കടാ. എടാ എത്ര അക്കൗണ്ടാ നീ ഇങ്ങനെ സ്കാം ചെയ്ത് വെച്ചേക്കുന്നേ? എടാ അതെല്ലാം നീ തിരിച്ചു കൊടുക്ക്, അതായിരിക്കും നിനക്ക് നല്ലത്. വെറുതെ ചുമ്മാ നടന്ന് പണി വാങ്ങിക്കണ്ട. എടാ എന്ത് പണി കിട്ടാനാടാ? ഒരു പണിയും കിട്ടില്ല. എടാ നീ എൻ്റെ കൂടെ കൂടുന്നോ? കൂടുവാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം. നിനക്ക് വേണേ മതി, ഞാൻ അവസാനമായിട്ട് ചോദിക്കുക. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഞാൻ നിനക്ക് തന്ന അക്കൗണ്ടിങ് തന്നേര്, അത്രേ ഉള്ളൂ. നീ തന്നേര്, നീ നിന്റെ പഴയ അക്കൗണ്ടിൽ തന്നെ കളിച്ചാൽ മതി, അതാവും നല്ലത്. എടാ ഞാൻ കൂടുന്നില്ല നിന്റെ കൂടെ, എന്തിനാ വെറുതെ? എനിക്കൂടെ പണി കിട്ടാനല്ലേ. എടാ ഇങ്ങനെ അക്കൗണ്ട് സ്കാം ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. എടാ മണ്ട, അതിനാരാ പറഞ്ഞേ പണി കിട്ടുമെന്ന്? ഒരു പണിയും കിട്ടില്ല. നീ എൻ്റെ കൂടെ കൂടാമെങ്കിൽ നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം, എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം. എടാ അക്കൗണ്ട് സ്കാം ചെയ്യുന്നു, അത് മറച്ചു വെക്കുന്നു. നീ എന്തായാലും ഒന്നും അറിയണ്ട, നിനക്ക് പൈസ കിട്ടിയാൽ പോരെ? പൈസയൊക്കെ ഞാൻ സെറ്റാക്കി തരാം, നീ ഒന്നും പേടിക്കാനില്ലടാ. എടാ എനിക്ക് പേടി ഉണ്ടായിട്ടൊന്നും അല്ലടാ, അന്തസ്സായിട്ട് പൈസ ഉണ്ടാക്കുന്നതിന് ഒരു പവറുണ്ട്. അല്ലാതെ ഇങ്ങനെ സ്കാം ചെയ്തിട്ട് ആളുകളെ പറ്റിച്ചിട്ടല്ല പൈസ ഉണ്ടാക്കണ്ടേ. ആയിക്കോട്ടെടാ, നിന്നെ ഞാൻ ഇനി വിളിക്കുന്നില്ല, ലാസ്റ്റായിട്ട് വിളിച്ചതാ. എടാ നീയല്ലേ പറഞ്ഞേ അന്തസ്സില്ലെന്ന്? ആരാ പറഞ്ഞ അന്തസ്സില്ലെന്ന്? ഓ പിന്നെ ഭയങ്കര അന്തസ്സല്ലേ. എടാ നിന്റെ അന്തസ് എങ്ങനെ, ഒന്ന് പറഞ്ഞു തന്നേ. അതേടാ ഞാൻ പറഞ്ഞു തരാം. എടാ ഒരു അക്കൗണ്ട് സ്കാം ചെയ്യാൻ വേണ്ടി ഒരു 3 ദിവസം എടുക്കും, നിനക്കറിയുമോ? അതും പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ അക്കൗണ്ട് സ്കാം ചെയ്യുന്നേ. ചില ദിവസങ്ങളിൽ അങ്ങനെ ഫുഡ് പോലും കഴിക്കാറില്ല, പിന്നെ ഉറക്കവും ശരിയാവില്ല. ഇതൊക്കെ നിനക്കറിയുമോ? നിന്നെ കൊണ്ട് പറ്റുവാടാ ഇതുപോലെ അക്കൗണ്ട് സ്കാം ചെയ്യാൻ? എന്തായാലും പറ്റില്ല, അതെനിക്കറിയാം. ഇല്ലടാ പറ്റില്ല. എന്തേ? എനിക്കിങ്ങനെ തന്തയില്ല പരിപാടി കാണിക്കാൻ താല്പര്യമില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ അക്കൗണ്ട് സ്കാം ചെയ്യുന്നത് വലിയ മാസാണെന്നൊന്നും നീ വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടോ. എടാ അതൊക്കെ ഞാൻ നോക്കിക്കോളാം, അതൊക്കെ എൻ്റെ ഇഷ്ടമല്ലേ. എടാ നീയല്ലേ പറഞ്ഞ തന്തയില്ല പരിപാടി കാണിക്കില്ലെന്ന്, എന്നിട്ട് നീ എന്തിനാ സ്കാം ചെയ്ത അക്കൗണ്ടിൽ കളിക്കുന്നേ? അതൊന്ന് പറഞ്ഞേ. എടാ ഞാനിപ്പോഴല്ലേ അറിയുന്നത് ഇത് സ്കാം ചെയ്ത അക്കൗണ്ടാണെന്ന്, നീ ഇപ്പോഴല്ലേ എന്നോട് പറഞ്ഞേ. എടാ ഇനി എന്തായാലും ഞാൻ കളിക്കില്ല, നീ തന്നെ എടുത്തോ അക്കൗണ്ട്, ഞാനങ്ങ് തന്നേക്കാം, എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല.
ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് അക്കൗണ്ട് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ആടാ ആയിക്കോട്ടെ. എടാ ഞാൻ അവസാനമായിട്ട് ചോദിക്കുക, നീ എൻ്റെ കൂടെ കൂടുന്നുണ്ടോ ഇല്ലയോ? കൂടുവാണെങ്കിൽ നിനക്ക് ഇഷ്ടം പോലെ പൈസയും കിട്ടും, നീ റിച്ച് ആവുകയും ചെയ്യും. എടാ അക്കൗണ്ടൊക്കെ സിമ്പിളായിട്ട് സ്കാം ചെയ്യും ഞാൻ. എടാ അക്കൗണ്ട് ഞാൻ സ്കാം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ? ഇല്ല, എങ്ങനെയാ നീ സ്കാം ചെയ്യുന്നേ? എടാ അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് അടിക്കുവാടാ. എക്സ്ചേഞ്ച് അടിക്കാമെന്നും പറഞ്ഞ് ഞാൻ നല്ല റിച്ച് അക്കൗണ്ടിൻ്റെ കളക്ഷൻ വീഡിയോ അയച്ചു കൊടുക്കും. അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എക്സ്ചേഞ്ച് അടിക്കാമെന്ന് പറയും. അപ്പോൾ ഞാൻ കൊടുക്കുന്ന അക്കൗണ്ട് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂബ് അക്കൗണ്ടാണ് കൊടുക്കുന്നത്. പക്ഷേ അവർ ആ നൂബ് അക്കൗണ്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ അവരുടെ അക്കൗണ്ട് ഞാൻ ഇവിടെ ലോക്കാക്കും. എടാ നീ എന്നാലും എന്ത് പന്ന പരിപാടിയാടാ കാണിക്കുന്നേ? എടാ ഇങ്ങനെ എന്തിനാണ് അക്കൗണ്ട് സ്കാം ചെയ്യുന്നേ? എല്ലാരും വെറുതെ വിടറാ, ചുമ്മാ അക്കൗണ്ട് സ്കാം ചെയ്യുന്നു. എടാ അവരിപ്പോ എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടാവും, നിനക്കത് അറിയുവോ? ആടാ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എടാ നീ എന്തായാലും എൻ്റെ കൂടെ കൂടുന്നില്ലല്ലോ. ഇല്ലടാ, ഞാൻ ഈ പന്ന പരിപാടിക്കൊന്നും കൂട്ടിക്കാറില്ല. ആടാ ആയിക്കോട്ടെ, എന്നാൽ ഞാൻ തന്ന അക്കൗണ്ട് ഇങ്ങ് തിരിച്ചു തരണേ. വാട്സപ്പിൽ ഐഡിയും പാസ്വേഡും ഇട്ടേക്ക് കേട്ടോ. 2 സ്റ്റെപ്പ് ഒന്നും ആക്കണ്ട, അതെല്ലാം റിമൂവ് ചെയ്തിട്ട് വാട്സപ്പിൽ ഐഡിയും പാസ്വേഡും ഇട്ടേക്കെ. എനിക്കിപ്പോൾ അടുത്തൊരു ഐ ഡി സ്കാം ചെയ്യാനുള്ളതാ, ഞാൻ എന്നാൽ അങ്ങോട്ട് പോവാ. നീ എന്തായാലും ഐഡിയും പാസ്വേഡും വാട്സപ്പിൽ ഇട്ടേക്ക്. ഓക്കേടാ ശരി, ഞാൻ വാട്സപ്പിൽ ഇട്ടേക്കാം. ആ പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പേ പോയി. എന്തിനാണോ ഇങ്ങനെ അക്കൗണ്ട് സ്കാം ചെയ്യുന്നേ? കഷ്ടപ്പെട്ട് കളിച്ചുണ്ടാക്കിയ അക്കൗണ്ട് പോകുന്നതിൻ്റെ വിഷമമൊന്നും ഇവനറിയില്ലല്ലോ, അതായിരിക്കും. എന്തായാലും ഈ അക്കൗണ്ട് തിരിച്ചു കൊടുത്തേക്കാം. വെറുതെ എന്തിനാ എൻ്റെ കയ്യിൽ വെച്ചേക്കുന്നേ? അവൻ എന്തേലും കാണിക്കട്ടെ. ഇതാരാ കുറെ നേരമായിട്ട് വിളിക്കുവാണല്ലോ. എന്റെ അക്കൗണ്ട്. എടാ നീ എന്തിനാണ് എന്റെ അക്കൗണ്ട് എടുത്തോണ്ട് പോയേ? എന്നിട്ട് എനിക്ക് ന്യൂബ് അക്കൗണ്ടും തന്ന്. എടാ എക്സ്ചേഞ്ച് അടിക്കുവാന്ന് പറഞ്ഞിട്ട് എന്റെ അക്കൗണ്ട് എന്തിനാ അടിച്ചു മാറ്റിക്കൊണ്ട് പോയേ? ഹലോ ബ്രോ, ബ്രോയുടെ അക്കൗണ്ട് ആണോ ഇത്? ഇത് ഞാൻ സ്കാം ചെയ്തതല്ല, എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാ. അവനാണെന്ന് തോന്നുന്നു സ്കാം ചെയ്തേ. ആണെങ്കിലും എനിക്ക് അക്കൗണ്ട് തിരിച്ചു കിട്ടിയാൽ മതി. എനിക്ക് എന്റെ അക്കൗണ്ട് ഇപ്പൊ തന്നെ വേണം. ഞാൻ എന്തുമാത്രം കരഞ്ഞെന്നറിയുവോ ഈ അക്കൗണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയപ്പം? ആ ബ്രോയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാ, അവൻ്റെ പണിയല്ലേ ഇതെല്ലാം. എന്തായാലും ഞാനിപ്പോൾ ഐഡിയും പാസ്വേഡും ഇട്ട് തരാം. ബ്രോയുടെ വാട്സപ്പ് നമ്പർ ഒന്ന് അയക്കുമോ? അതിലേക്ക് ഞാൻ ഐഡിയും പാസ്വേഡും ഇട്ട് തരാം. ബ്രോ എന്നിട്ട് കയറിക്കോ. ആ ഞാനിപ്പോ നമ്പർ ഇട്ട് തരാം ബ്രോ. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ബ്രോ. ഇത്രയും നല്ല അക്കൗണ്ട് എൻ്റെ നിന്ന് പോയപ്പം ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട്. ഇപ്പം എന്തായാലും എൻ്റെ അക്കൗണ്ട് തിരിച്ചു കിട്ടാൻ പോവല്ലേ. ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സും കാര്യങ്ങളൊക്കെ തന്ന അക്കൗണ്ടാ ബ്രോ. പണ്ട് തൊട്ടേ കളിക്കുന്ന അക്കൗണ്ടാ. അതുപോലെ തന്നെ ഈ അക്കൗണ്ടിൽ ഒരുപാട് ഞാൻ ടോപ്പപ്പ് ചെയ്ത് പൈസ കളഞ്ഞിട്ടുണ്ട്. അതെൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോഴേക്കും ഒരുപാട് വിഷമമായി ബ്രോ. ഇപ്പം എന്തായാലും ബ്രോ അക്കൗണ്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, അത് തന്നെ വലിയ കാര്യം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അക്കൗണ്ട് തിരിച്ചു കിട്ടുമെന്ന്. ആടാ ഇങ്ങനെയുള്ള കുറേ എണ്ണം ഉണ്ടറാ അക്കൗണ്ട് സ്കാം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും നീ സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിൽക്കേ. എടാ ഞാൻ എന്തായാലും ഐഡിയും പാസ്വേഡും ഇട്ട് തരാം, നീ നമ്പർ അയക്കേ. ഓക്കെ ബ്രോ, ഞാൻ ഇപ്പം നമ്പർ അയച്ചു തരാവേ. A few moments later. എടാ ഐഡിയും പാസ്വേഡും ഞാൻ വാട്സപ്പിൽ ഇട്ടറാ, കണ്ടായിരുന്നോ? ആ കണ്ട് ബ്രോ, കണ്ട്. എന്നാ നീ അക്കൗണ്ടിൽ കയറിക്കോടാ, ഞാൻ ഇറങ്ങുവാണേ. അക്കൗണ്ടിൽ കയറിക്കോ. ആ ഓക്കെ ബ്രോ, താങ്ക് യു ബ്രോ. ശരി എന്നാ.